പ്രിയമുള്ളവരെ നമസ്കാരം. ഭ്രാന്തൻ്റെ ജൽപ്പനങ്ങളുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ മമ്മൂക്കാൻ്റെ ബസൂക്ക അതാണ് ഇന്നത്തെ നമ്മുടെ ഐഡിയ. അത് കാണാൻ വേണ്ടിയിട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു പങ്കാളിയോട് എത്താനുണ്ട്. എത്തിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ യാത്രയാവുന്നതായിരിക്കും. അപ്പോൾ അബുദാബിയിലെ ഡിയർഫീൽഡ് മാളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് വണ്ടിയിലിരുന്ന് ബാക്കി സംസാരിക്കാം. ഭയങ്കര എക്സ്പെക്റ്റേഷനിലാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മൾ യാത്ര ആരംഭിച്ചിരിക്കുകയാണ്. മമ്മൂക്കാൻ്റെ ബസൂക്ക എന്നെ ഈ പടത്തിലേക്ക് അട്രാക്റ്റ് ചെയ്തൊരു ഘടകം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് ഏവർക്കും അറിയാവുന്ന ഒരു മഹാനായ കഥാകൃത്താണ്. അങ്ങനെ അല്ലല്ലോ അതിനെക്കുറിച്ച് പറയേണ്ടത്. കലൂർ ഡെന്നിസ് മലയാള സിനിമയുടെ എക്കാലത്തെയും മികച്ച തിരക്കഥ സംഭാഷണം ഒക്കെ ചെയ്തിട്ടുള്ള ഒരു മികച്ചൊരു കലാകാരനായിരുന്നു കലൂർ ഡെന്നിസ്. അദ്ദേഹത്തിൻ്റെ മകനായ ഡിനോ ഡെന്നിസ്, പുള്ളിയുടെ ഫസ്റ്റ് ഡയറക്ടോറിയൽ എഫേർട്ടാണ് ഈ ചലച്ചിത്രം. അപ്പോൾ മമ്മൂക്കയ്ക്ക് വേണ്ടി ഒരുപാട് ചിത്രങ്ങളിൽ കലൂർ ഡെന്നിസ് സാർ തിരക്കഥ എഴുതിയിട്ടുണ്ട്, കഥ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു പൈതൃകം കാഴ്ചവെക്കാൻ കലൂർ ഡെന്നിസ് എന്ന് പറയുന്ന മഹാനായ കലാകാരൻ്റെ ഒരു പൈതൃകം കൊണ്ടുവരാൻ ഈ പയ്യന് കഴിയും. അങ്ങനെ ഒരാൾക്ക് ഇങ്ങനൊരു ചാൻസ് കൊടുക്കാൻ വേണ്ടി മമ്മൂക്ക തയ്യാറായത്. അല്ലെങ്കിലും മമ്മൂക്ക എല്ലാം പുതുമുഖ സംവിധായകർക്കൊക്കെ ചാൻസ് കൊടുക്കുന്നതാണ്. അപ്പോൾ അതൊരു വൺ ഓഫ് ദ ഫാക്ടറാണ്. ഈ പടം ആദ്യ ദിവസം തന്നെ കാണാൻ പോകണം. ഫസ്റ്റ് ഷോ കാണാൻ കഴിഞ്ഞില്ല. ഇന്ന് വർക്കിംഗ് ഡേ ആയതുകൊണ്ട് ഇന്ന് കാണാൻ പോകാൻ കഴിഞ്ഞില്ല. പക്ഷേ നമ്മൾ ഫസ്റ്റ് ഡേ FDFS കണ്ടവരുടെ എല്ലാവരുടെയും അഭിപ്രായം നമ്മൾ ഇതിലൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുകയാണെങ്കിൽ ഒരു മിക്സഡ് അഭിപ്രായമാണ്. ഗ്ലോറിഫൈ ചെയ്തിട്ട് ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്, ഭയങ്കര അടിപൊളിയാണെന്ന് പറയുന്നുണ്ട്. അതേപോലെ തന്നെ നിലവാരം പുലർത്തിയില്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പം നമ്മൾ ഇതിനെയൊന്നും കിടക്കാക്കുന്നില്ല. നമ്മൾ നമ്മുടെ ഈ ഇത്തരത്തിലുള്ള പ്രതീക്ഷകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോകാൻ തയ്യാറായത്. ഞാനും എൻ്റെ കൂട്ടുകാരുമുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ രസം എന്തെന്ന് കഴിഞ്ഞാൽ, ഇവിടെ എൻ്റെ അറിവിലുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ലാലേട്ടൻ ഫാനാണ് എൻ്റെ കൂടെ ഇന്ന് സിനിമ കാണാനുള്ളത്. ഷാനവാസ് എൻ്റെ ഫ്രണ്ടാണ്. നമ്മൾ ഷാക്കുട്ടെന്ന് വിളിക്കും. അപ്പോൾ ഓവർ ടു യു ഷാക്കുട്ട. എന്തിനു വേണ്ടിയിട്ടാണ് താങ്കൾ ഈ ചിത്രം കാണാൻ വേണ്ടിയിട്ട് കാണാൻ തയ്യാറായത്? എന്താണ് താങ്കളുടെ ഉദ്ദേശം? നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണോ, അതോ മറ്റേ ചില കൊട്ടുകളൊക്കെ ഇവിടുന്നും കിട്ടിയതിൻ്റെ അത് മാറ്റാൻ വേണ്ടിയിട്ടാണോ? എന്താണ് താങ്കളുടെ അഭിപ്രായങ്ങൾ? പറയൂ. അല്ല, കൊട്ടുകൾ കിട്ടിയെന്ന് പറയുന്നത് മനസ്സിലായില്ല. എമ്പുരാൻ എന്ന് പറയുന്ന ഒരു മെഗാ ഹിറ്റ് ഇപ്പോൾ പടം തകർത്ത് ഓടിക്കൊണ്ടിരിക്കുക. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു പടം മെഗാ ഹിറ്റിലേക്ക് പോകുന്നു. തീർച്ചയായിട്ടും മമ്മൂക്കയുടെ ഒരു പുതിയ പടം വരുന്നു. പിന്നെ പുതിയ ഒരു സംവിധായകനാണ്. എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. അതിൻ്റെ കഥയും പോസ്റ്ററിങ്ങും ഒക്കെ ആദ്യത്തെ അഭിപ്രായം കേട്ടിട്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. പിന്നെ ഒരു പുതിയ സംവിധായകനായതുകൊണ്ട് മമ്മൂക്കയുടെ ഗെറ്റപ്പ് കണ്ടിട്ട് താങ്കൾക്കൊന്നും പറയാനില്ലേ? മമ്മൂക്കയുടെ ഗെറ്റപ്പ് ഇതൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതല്ലേ. ഇതൊന്നും അതിനകത്ത് മമ്മൂക്കയുടെ ഗെറ്റപ്പ് കൂടെ അദ്ദേഹത്തിന്റെ പ്രായത്തിൽ വടികുത്തി നടക്കുന്നവരൊക്കെ പുള്ളി ഇപ്പോഴും കണ്ട് ഗെയിമിംഗ് സ്റ്റിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞത് എത്തിക്കൽ ഹാക്കർ ഏതാണെന്നാണ് ഞാൻ സ്റ്റോറി ലൈൻ ഒരു വൺ ലൈൻ എവിടെ വായിച്ചപ്പോൾ മനസ്സിലായത്. എനിക്കൊന്ന് ഇതിലാണെന്ന് തോന്നുന്നു. കാണാം. എന്തായാലും ഇനി അധികം സമയം ഉണ്ടല്ലോ. അധികം സമയമില്ലേ, ഒരു അരമണിക്കൂറിനകത്ത് നമുക്ക് സിനിമ കാണാമല്ലോ. എനിക്കിപ്പോഴും പടത്തിൽ വലിയ പ്രതീക്ഷയൊന്നുമില്ല. അല്ല, പിന്നെ ഞാൻ ഇതിനകത്ത് ഒരു സൂപ്പർ കോപ്പായിട്ട് അഭിനയിക്കുന്ന ഗൗതം വാസുദേവ് മേനോൻ, പുള്ളിയുടെ സംവിധാനത്തിലുള്ള ചിത്രങ്ങളൊക്കെ കണ്ടുകൊണ്ട് പുള്ളി എനിക്ക് വളരെ ഇഷ്ടമാണ്. അപ്പോൾ നകുൽ ആൻഡ് റാം, എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങൾ എന്തുകൊണ്ടാണ് ഒരു മലയാള ചലച്ചിത്രം ആദ്യ ദിവസം തന്നെ കാണാൻ എൻ്റെ കൂടെ വരാൻ തയ്യാറെടുത്തത്? மெயின் அந்த படம் பார்க்குறதுக்கு ஒரு இன்ட்ரெஸ்ட் வந்ததுக்கு மெயின் ரீசன் என்னென்னா, நம்ம தான் அந்த ட்ரைலர் பார்த்தாச்சு. ஸோ ட்ரைலர் நல்லா பிடிச்சி போச்சு சார், பயங்கர இഷ്ടപ്പെട്ടു. ஸோ ഓക്കെ, പിന്നെ ഗൗതം വാസുദേവ് മേനോൻ പുള്ളി ആണല്ലോ നിങ്ങളുടെ ഒരു ஆக்சுவலி கௌதம் வாசுதேவன் പറഞ്ഞാൽ തമിഴിൽ ഫസ്റ്റ് വന്നത് വിണ്ണை താണ്ടി வருவாயா. ஸோ அதில் തൊട്ട് ஃபஸ்ட்டு வந்ததில்ல விண்ணை தாண்டி வருவாயா, அதுக்கு முன்னாடி வேட்டையாடு விளையாடு, அதுபோல் കുറച്ച് പടമെല്ലാം இருக்குது. ஸோ கௌதம் வாசுதேவன் நல்ல டேரக்டரானு நல்ல ஆக்டரானு. ஸோ அவரோட ரோல் என்ன அதுவும் கூட ஒன்று படத்தில் பார்க்கணும். அதனால தான் ஓகே போய் பார்க்கலாம். ഈ പടത്തിൻ്റെ ഒരു സ്റ്റോറി ലൈൻ വായിച്ചു കേട്ട് കഴിഞ്ഞപ്പോൾ ഈ വിക്കിപീഡിയയിലൊക്കെ വായിച്ചപ്പോൾ എനിക്ക് തോന്നിയൊരു കാര്യം, ഇതുവരെ മലയാളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള
ഒരു വ്യത്യസ്തമായ രീതിയിലുള്ളൊരു കഥയാണ്. ഇപ്പോൾ എല്ലാവരും പറയുന്നതാണ് വ്യത്യസ്തയുണ്ടല്ലോ എന്ന്. ഇപ്പോഴത്തെ 4K കിഡ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് ഈ പടത്തിലുള്ളത്. എന്ത് തോന്നുന്നു ഷാനവാസ്? എനിക്കങ്ങനെ പ്രത്യേകിച്ച് അല്ല, ഇതിപ്പോ ഹൈപ്പ് ഒന്നും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല. എനിക്കത് പറയാൻ പിന്നെ ഹൈപ്പ് പുതിയ സംവിധായകനായതുകൊണ്ട് ഒരു പ്രതീക്ഷ ഉണ്ട്. അല്ല, ഈ സ്റ്റോറി ലൈനിൽ ഞാൻ പറയാനുണ്ടായ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എനിക്കറിയാവുന്ന ഒത്തിരി പേര് എത്തിക്കൽ ഹാക്കിംഗ് പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇത് ഒരു ബിസിനസ്മാൻ പ്ലസ് എത്തിക്കൽ ഹാക്കിംഗ് ചെയ്യുന്ന ഒരാളായിട്ടാണ് മമ്മൂക്ക ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. പിന്നെ വ്യത്യസ്തമായ ഗെറ്റപ്പുകളുണ്ട്. ഇതിൻ്റെ ക്ലൈമാക്സ് നല്ല ഇതാണെന്ന് പറയുന്നു. ട്രെയിലറിൽ തന്നെ നമുക്കൊരു പുതുമ അവകാശപ്പെടാനുള്ള ഒരു ട്രെയിലറായിരുന്നു. അപ്പോൾ അതൊക്കെ കൊണ്ടാണ് നമ്മൾ ഇത് കാണണം എന്ന് തന്നെ കരുതിയത്. എന്തായാലും തിയേറ്ററിൽ തന്നെ ഇത് കാണണമെന്ന് വിചാരിച്ചത് അതുകൊണ്ടാണ്. പിന്നെ രണ്ടാമത്തെ ഫാക്ടർ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ കലൂർ ഡെന്നിസ് അദ്ദേഹം എല്ലാ ജേണറിലുള്ള പടങ്ങളും പുള്ളി എഴുതിയിട്ടുണ്ട്. എല്ലാ കഥകളും. അപ്പോൾ തുടങ്ങുക നമുക്ക് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ മിമിക്സ് പരേഡ്, മറ്റേ കുടുംബസമേതം, പിന്നെ ബാബു ആൻ്റണിയെ വെച്ചിട്ട് എത്രയോ പടങ്ങൾ, ബാബു ആൻ്റണിക്ക് വേണ്ടിയിട്ട് ബൈജു കൊട്ടാരക്കരയൊക്കെ സംവിധാനം ചെയ്ത കുറേ പടങ്ങൾ, അത് കമ്പോളം, അങ്ങനെ കുറേ. എൻ്റെ ചെറുപ്പകാലത്ത് 80s ഇങ്ങനെ പുള്ളി നിറഞ്ഞിരുന്ന ഒരു കഥാകൃത്താണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ ഒരു സാധനം ചെയ്യുമ്പോൾ അപ്പോൾ അതിനൊരു ക്വാളിറ്റി ഉണ്ടാവുമല്ലോ. ഇത്രയും അച്ഛൻ ചെയ്തു വെച്ച അതിൻ്റെ കാര്യം എന്ന് എഴുതിയിട്ട് പുള്ളിയുടെ തഴമ്പ് ഉണ്ടാവണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ ആ ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആസ് എ പ്രേക്ഷകൻ, നോർമൽ പ്രേക്ഷകൻ നമ്മൾ കാണാൻ പോകുന്നത്. ബാക്കി നമുക്ക് കണ്ടു കഴിഞ്ഞതിന് ശേഷം എന്താണ് ഇതേ ആ ഒരു ത്രില്ല് നമുക്കുണ്ടാവും, ആകെ നമ്മൾ പ്രതീക്ഷിച്ച് പോയ സാധനം നമുക്ക് കിട്ടിയെന്നൊക്കെ ഉള്ളത് കണ്ടു കഴിഞ്ഞതിന് ശേഷം നമ്മൾ തീരുമാനിക്കേണ്ടതാണ്. എങ്കിലും എന്തു പറഞ്ഞാൽ അടച്ചാക്ഷേപിച്ച് പോകാൻ ഞാൻ തയ്യാറല്ല. ആ ഒരു ലാലേട്ടൻ ഫാൻ, ഞാനും ഒരു ലാലേട്ടൻ ഫാനാണ്. എങ്കിലും നമ്മളിങ്ങനെ ഇതായിട്ട് നിഷ്പക്ഷമായിട്ടുള്ള രീതിയിലാണ് നമ്മൾ അഭിപ്രായം പറയത്തുള്ളൂ. അല്ല, ഞാനും അങ്ങനെ നെഗറ്റീവ് അങ്ങനെ ഫുള്ളായിട്ട് നെഗറ്റീവ് പറയുന്നില്ല. അതായത് ഒരു പുതിയ സംവിധായകനായതുകൊണ്ട് ഒരു കലാകാരനെ സംബന്ധിച്ച് ആദ്യം ചെയ്യുന്ന ഒരു ഡയറക്റ്റ് ചെയ്യുന്ന സിനിമ എപ്പോഴും അവരുടെ ഏറ്റവും നല്ലൊരു മാസ്റ്റർ പീസ് ആയിരിക്കും. അപ്പോൾ അത് ഒരു പ്രതീക്ഷ എനിക്കുണ്ട്. പിന്നെ ഈ എത്തിക്കൽ ഹാക്കർ അതൊരു പുതുമയായ ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് എത്രത്തോളം അത് വർക്കൗട്ട് ആയിട്ടുണ്ടെന്നുള്ളത് കണ്ടറിയുക തന്നെ വേണം. പിന്നെ ഇപ്പോൾ കുറച്ച് നാളായിട്ട് മമ്മൂക്കയുടെ സമയം കുറച്ച് നല്ലതാണ്. പിന്നെ പുള്ളി എടുക്കുന്ന സബ്ജക്റ്റുകളും റോളും വളരെ സെലക്റ്റീവായിട്ടുള്ള റോളുകളാണ്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു പ്രതീക്ഷ ഉണ്ട്. എന്നാലും അത് വലിയ ഹൈപ്പൊന്നും എനിക്കില്ല. ഇപ്പോഴും കണ്ടറിയാം. മ്യൂസിക് ഒരു സംഭവമാണെന്ന് കേൾക്കുന്നു കേട്ടോ. BGM ഒക്കെ സെറ്റപ്പാണെന്നാണ് പറഞ്ഞു കേട്ടത്. പക്ഷേ എനിക്ക് ആ ഒരു പ്രതീക്ഷ ആ ഒരു കാര്യത്തിൽ അത്ര ഇല്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മ്യൂസിക് ചെയ്ത പുള്ളിയുടെ പേരെന്തായിരുന്നു, സയ്യിദ് എന്തോ ആണ്, സയ്യിദ് അബ്ബാസ് അങ്ങാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ നേരത്തെ പടം ഇല്ല, മനോരഥങ്ങളിലൊക്കെ പുള്ളിയാണ് ചെയ്തത്. ഇപ്പം നെറ്റ്ഫ്ലിക്സിലൊരു സീരീസ് വന്നായിരുന്നല്ലോ മമ്മൂക്കയുടെ, അവരെല്ലാം കൂടെ ഉള്ള. അപ്പോൾ അതിലൊക്കെ പുള്ളിയാണ് അതിൻ്റെ ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ മലക്കോട്ടെ വാലിബൻ ചെയ്തത് ആരോ ഒരാളുണ്ട് ഇതിനകത്ത്. അത് ആരാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. ഞാൻ ഓർത്തതിന് ശേഷം എന്തായാലും നമുക്ക് സിനിമ കണ്ടിറങ്ങാം. അത് കഴിഞ്ഞതിന് ശേഷം ബാക്കി നിങ്ങൾക്ക് ക്ലിയറായിട്ട് പറയുന്നതായിരിക്കും. നമ്മുടെ ജനുവിനായിട്ടുള്ള അഭിപ്രായം നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അല്ല, നമ്മൾ ആരുടെയും പക്ഷപാതപരമായിട്ടുള്ളൊരു ഇതായിരിക്കില്ല. എന്നാൽ എല്ലാവരുടെയും അഭിപ്രായങ്ങൾ, ഞങ്ങളിപ്പോൾ ഒരാളുടെ മാത്രം ഇതായിട്ടല്ല നമ്മൾ പറയുന്നത്. എല്ലാവരുടെയും അഭിപ്രായങ്ങൾ അതിനകത്തുണ്ടാവും. ഇപ്പോൾ കാത്തിരിക്കൂ. ഹായ്, ഇപ്പോൾ പടം കണ്ടിറങ്ങിയതേ ഉള്ളൂ. എന്താ പറയുക, എന്തിനോ വേണ്ടി തിളയ്ക്കുന്നൊരു സാമ്പാറായി എനിക്ക് തോന്നി പടം കണ്ടിട്ട്. അതായത് മമ്മൂക്കയുടെ ഒരു വളരെ അന്ധമായിട്ടുള്ളൊരു ഫാൻ ഒരു പടം, മമ്മൂക്കയെ വളരെ സുന്ദരനായിട്ട് കാണാൻ ആഗ്രഹമുള്ള. ഇതിനകത്ത് ആദ്യമേ പോസിറ്റീവ് സൈഡ് പറയാം. ഇതിനകത്ത് എനിക്ക് വളരെ ഏറെ ഇഷ്ടപ്പെട്ട കുറേ പോസിറ്റീവ് ഭാഗങ്ങളുണ്ട്. ഒന്ന്, മമ്മൂക്ക ഇതിനകത്ത് കുറേ സ്റ്റൈലിഷ് ആയിട്ടുള്ള ഷെയ്ഡ്സ് ഗ്ലാസ് ഉപയോഗിച്ചിട്ടുണ്ട്. അത് എനിക്ക് നല്ലതായിട്ട് തോന്നി. പിന്നെ മമ്മൂക്കയുടെ ഡ്രസ്സ്. പിന്നെ എടുത്തു പറയേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലൈമാക്സ് സീൻ ഒരുവിധം പ്രേക്ഷകനെ പിടിച്ചിരുത്തി. ക്ലൈമാക്സ് സീൻ കുഴപ്പമില്ലാത്ത രീതിയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്, എന്നിട്ടും അതും എങ്ങും എത്താത്ത രീതിയിൽ എന്തൊക്കെയോ പറയാൻ ശ്രമിച്ച് എങ്ങും എത്താതായി പോയിട്ടുള്ള രീതിയിലുള്ളൊരു ഫീലിംഗാണ് എനിക്ക് ജെനുവിനായിട്ട് പറയാൻ തോന്നി. ആദ്യമായിട്ട് എൻ്റെ പറയാനുള്ളൊരു കാര്യം ഇതല്ലായിരുന്നു ബസൂക്ക എന്നുള്ളൊരു. ഇപ്പം നമ്മൾ പ്രതീക്ഷിച്ച് വന്ന് കിട്ടണമെന്നില്ലല്ലോ. ഇപ്പം നമ്മൾ ഒരു സദ്യക്ക് പോയിട്ട് അവിടെ നല്ല സാമ്പാർ ആവണം എന്ന് വിചാരിച്ച് കഴിഞ്ഞാൽ അതേ രീതിയിൽ കിട്ടണമെന്നില്ല. എങ്കിൽ കൂടി ഫസ്റ്റ് ഹാഫ് ടോട്ടലി ഡിസപ്പോയിൻറ്റിങ്. കുറേയേറെ അവിടുന്ന് ഇവിടുന്നും ഒക്കെ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ട് എങ്ങും എത്തിയില്ല. എന്തൊക്കെയോ പറയാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്, പല കഥകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അതിനകത്ത് മമ്മൂക്കയുടെ ഫസ്റ്റ് ഇൻട്രോ ഫൈറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഫൈറ്റ് കൊള്ളാം, ഫൈറ്റിന്. പക്ഷേ എന്തിനാണ് ആ ഫൈറ്റ്? അത് കഴിഞ്ഞിട്ട് വേറെ പല രംഗങ്ങളും ഇപ്പം എടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് പിന്നെ സ്പോയിലർ ആവും. അതുകൊണ്ട് ഞാൻ പിന്നെ അതിനകത്ത് ഇന്ന ഭാഗങ്ങളെന്ന് പറയുന്നില്ല. കുറേ എനിക്കത്ര ദഹിച്ചില്ല ഫസ്റ്റ് ഹാഫ്. സെക്കൻഡ് ഹാഫ് ഒരു തുടക്കം ഒരു 10-1/2 hour വരെ വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പോൾ അതും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നില്ല, എൻഗേജ് ആക്കുന്നില്ല പ്രേക്ഷകനെ. എന്നാൽ അതേസമയം ക്ലൈമാക്സ് എന്തൊക്കെയോ അവിടെ ഇവിടെയൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് ചെയ്തിട്ടുണ്ട്. ചില സീനുകളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വൻ കോമഡിയാണ്. അതിലേക്ക് കിടക്കും മുമ്പ് ഞാൻ എൻ്റെ കൂടെ വന്ന മമ്മൂക്ക പക്ഷേ മോഹൻലാൽ ഫാനായിട്ട് ലാലേട്ടൻ്റെ ഫാനിനോട് ചോദിക്കട്ടെ എന്താണ് പറയാൻ പറ്റുന്നതെന്നുള്ളത്. ഷാക്കുട്ടാ, എന്താ നിനക്ക് കണ്ടിട്ട് നിനക്ക് എന്താ തോന്നിയത്? എനിക്കെന്ത് തോന്നുന്നു, പടം വലിയ ഹൈപ്പോട് കൂടി കാണാൻ വേണ്ടി പോയിട്ടൊന്നും കിട്ടാത്ത ഒരു ഫീലായിപ്പോയി. എന്നാലും അല്ല, നിനക്ക് മനസ്സിൽ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു ആഗ്രഹം, ഒരു സന്തോഷമുണ്ടെന്ന് എനിക്കറിയാം. കാരണം പടം ആദ്യത്തെ സോഷ്യൽ മീഡിയയിലെ ഈ ഗിമിക്സ് ഒക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മൾ വിചാരിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വളരെ ഒരു സംഭവമായിരിക്കും എന്നാണ് വിചാരിച്ചത്. സംഭവം എന്താ വൺ ടൈം വാച്ചപ്പോൾ എന്നൊക്കെ പറയാം. ഈ ഒരു മമ്മൂട്ടി ഫാൻ അല്ല ഒരു ഫാനിന് അങ്ങനല്ലല്ലോ വേണ്ടുന്നേ. ഇത് നീ എന്നാലോചിച്ച് നോക്കൂ. ഞാൻ നേരത്തെ നമ്മൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് കല്ലൂർ ഡെന്നിസിൻ്റെ എന്ന 100-ൽ പരം ചിത്രങ്ങൾക്ക് കഥയും തിരക്കഥയും സംഭാഷണവും എഴുതിയ ഒരു അച്ഛൻ്റെ മകൻ, ഇമാതിരി വെളിപ്പത്തിൽ അവനാണ് എൻ്റെ സ്റ്റോറി. ഈ ഡിനോ ഡെന്നിസ് എന്ന് പറയുന്ന സംവിധായകൻ തന്നെയാണ് ഇതിൻ്റെ സ്റ്റോറി. നമ്മളെല്ലാവരും ജെനുവിനായിട്ട് നിങ്ങളോട് പറയുകയാണ്, ഈ പടം കാണാൻ വന്നപ്പം ഞങ്ങളുടെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളി ഒരു പുതിയൊരാളാണല്ലോ. ആ പുള്ളി എടുക്കുന്നൊരു സാധനത്തിൽ അത്രയും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടാവും. തന്നെയല്ല ഇതേ കല്ലൂർ ഡെന്നിസിൻ്റെ പാരമ്പര്യം പറയാൻ പറ്റുന്ന ഒരാൾ, അത്രയും ഒരാൾ ഇതൊരു വെറും ഒരു അന്തം ഫാൻ ലെവലിലേക്കൊക്കെ മാറി. മമ്മൂക്കയെ കുറച്ച് ഗ്ലാമറൈസ് ചെയ്തിട്ട് നല്ല അടിപൊളിയായിട്ട് കാണിച്ചിട്ടുണ്ട്. നല്ല വണ്ടി, നല്ല ഡ്രസ്സ്, നല്ല ഷെയ്ഡ്സ്, ഞാൻ പറഞ്ഞ പോലെ. പിന്നെ മമ്മൂട്ടിയുടെ നടത്തം ഒരു രക്ഷയില്ല കേട്ടോ. അത് ഈ പല സിനിമകളുടെ പല മാനരസങ്ങൾ ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വ്ളോഗിങ് ചെയ്ത് തുടങ്ങി നിങ്ങൾക്കൊക്കെ അറിയാം. ഏത് പടമായിരുന്നു, ഞാൻ അതിൻ്റെ മമ്മൂക്കയുടെ തന്നെ പടത്തിൻ്റെ റിവ്യൂ പറഞ്ഞുകൊണ്ടാണ് ഞാൻ ഈ പറയുന്ന ചാനൽ തന്നെ ആരംഭിച്ചത്. എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട മലയാളത്തിൻ്റെ മഹാനടനാണ്. പക്ഷേ ആ അവസാനം ക്ലൈമാക്സ് സീനിൽ മമ്മൂട്ടിയുടെ അഭിനയത്തിൻ്റെ കാര്യത്തിൽ എടുത്ത് പറയുന്നത് ശരിക്കും നല്ല രീതിയിൽ ക്ലൈമാക്സ് നല്ല സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിലും നമ്മുടെ കുടമൺ പോറ്റിയുടെ കുറച്ച് കാര്യങ്ങളൊക്കെ വീണ്ടും ആവാഹിച്ച് വന്നിട്ടുണ്ടോ എന്നൊരു സംശയം അതുണ്ടായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ചില ഡയലോഗ്സുകൾ ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിരിക്കുന്ന പടങ്ങളിലെല്ലാം ഒരേ തരത്തിലുള്ള ഡയലോഗ്, നന്മയും തിന്മയും തമ്മിലുള്ള കളി. ട്രെയിലർ കണ്ടത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ തന്നെ പറയുന്നത്. പിന്നെ അതേപോലെ വേറെ എന്തായിരുന്നു, എന്തൊക്കെയോ ഈ അടുത്ത സമയത്തല്ലേ ഒരേ പാറ്റേണിലുള്ള ഡയലോഗ്സ് പോലും സോ ഡിസപ്പോയിൻറ്റിങ്. ക്ലൈമാക്സ് ഒഴിച്ചു നിർത്തിയ ക്ലൈമാക്സ് കുറച്ച് സീനുകൾ ഉണ്ടായതുകൊണ്ടും പുള്ളിയുടെ ഒരു ഇത് വന്നതുകൊണ്ടും കുഴപ്പമില്ല, കൊടുത്ത പൈസ മുതലാകും. പക്ഷേ ഈ കൊടുത്ത പൈസ മുതലാക്കാൻ നമ്മൾ ഈ ക്ലൈമാക്സ് വരെ ഇരിക്കണോ എന്നുള്ളതാണ് ഒരു ചോദ്യം. ശരിയല്ലേ? ഞാൻ നിനക്ക് എന്താണ് തോന്നിയത്, നിൻ്റെ ഫീലിങ്സ്, നിൻ്റെ സന്തോഷം പുറത്ത് കാണിക്കൂ. കാരണം അങ്ങനല്ല, മലയാള സിനിമ സോറി, ഞാൻ ഇതിനോട് യോജിക്കുന്നില്ല. എനിക്ക് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് ഇത് പറയാനുള്ള അത് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് സംഭാഷണത്തിനേക്കാളും മുന്നിൽ നിൽക്കുമ്പോഴെങ്ങനെയാണ് അത് ഉറങ്ങാൻ നിനക്ക് മുഴച്ചു നിൽക്കുന്നതാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോറിങ് മൊത്തം. BGMs ഒക്കെ ചുമ്മാ അടിപൊളി എന്നൊക്കെ ആൾക്കാർ, എനിക്കൊരു നോർമൽ പ്രേക്ഷകൻ എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. കാരണം അത് ജെനുവിൻ അല്ലായിരുന്നു. ആ മ്യൂസിക്കൊന്നും കഥയും കഥാസന്ദർഭങ്ങളും എല്ലാം ഒരു ഏച്ചുകെട്ടൽ പോലെ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് നടത്തുന്ന അല്ല, അതാ പറഞ്ഞ ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി. ചുമ്മാ എല്ലാം കഥകൾ തന്നെയാണ്, ഫാബ്രിക്കേറ്റ് ചെയ്യുന്നതാണ്. പക്ഷേ ഈ കഥയ്ക്കൊരു നമുക്കൊരു യാഥാർത്ഥ്യമോ നമുക്കൊരു എന്തായാലും പറയുക ഒറിജിനാലിറ്റി ഫീൽ ചെയ്യുന്നില്ല. എന്തൊക്കെയോ അടക്കിയോ വരുന്നു. അതിനകത്ത് പ്രത്യേകിച്ച് പോലീസുകാരനായിട്ട് അഭിനയിച്ച നമ്മുടെ എന്താണ് പേര്, സിദ്ധാർത്ഥ്. ഇതിനകത്ത് ഒരു സീൻ പറഞ്ഞ് സ്പോയിലർ ആയാലും കുഴപ്പമില്ല എനിക്ക് പറയണം. കാരണം ബിനു പാപ്പു ചെയ്തൊരു റോള്, ഗോൾഫ് കളിച്ചുകൊണ്ടിരിക്കുന്നവൻ ഇതിനകത്തെ വൺ ഓഫ് ദ ക്ലൂവിൻ്റെ ഒരു ബുക്കും വെച്ചിട്ടാണ് ഇരുന്നിട്ട് ഗോൾഫ് കളിക്കാൻ പോകണം. എന്നാ സംഭവമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിവേ അല്ല, അതുപോലെ പല കാര്യങ്ങളുണ്ട്, നിങ്ങൾ നേരിട്ട് കണ്ടു കഴിയുമ്പോൾ മനസ്സിലാവും. പക്ഷേ മമ്മൂക്കയെ വളരെ സ്റ്റൈലായിട്ട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് ഈ പടം കാണാം. അത് മാത്രമേ ഉള്ളൂ. മമ്മൂക്ക മാത്രമാണ് വൺ ഓഫ് ദ പോസിറ്റീവ് ഫാക്ടർ, വേറെ ഒന്നുമില്ല. ഈ പ്രായത്തിനും പുള്ളിയുടെ ആ ഒരു എനർജി ലെവൽ, പുള്ളി ഇതിൻ്റെ ലാസ്റ്റ് ക്ലൈമാക്സ് സീൻ കാണിച്ച് കഴിയുമ്പോൾ കുറച്ച് രംഗങ്ങൾ കാണിക്കും. അന്നേരത്തെ പുള്ളിയുടെ അഭിനയവും ബാക്കിയുള്ള കാര്യങ്ങളും സുന്ദരനായ മമ്മൂട്ടി. സുന്ദരൻ അത് കഴിഞ്ഞിട്ട് പിന്നെ പറയുന്നില്ല, സുന്ദരനായ മമ്മൂട്ടി അത് കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇത് കാണാം. അല്ലാതെ വേറെ ഒന്നും പറയാനില്ല. അപ്പോൾ ഇനി അടുത്ത ഒരു വീഡിയോയുമായി കാണുന്നതിന് വരെ എല്ലാവർക്കും സൈൻ ഓഫ്. നമസ്കാരം.